കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ചരിത്രം അത്ഭുതമാണ്. അത് ഇസ്ലാമിൻ്റെതാകുമ്പോൾ അത്യാത്ഭുതമാണ്. നബിയും സഹാബാക്കളും തീർത്ത ചരിതങ്ങളിലെ ചെറിയൊരു ഏട് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നു. നമ്മുടെ കഥാനായകന്മാർ ആരാന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? ഇപ്പൊ തന്നെ ഞാനത് പറയില്ല, നമുക്ക് കഥയിലൂടെ പരിചയപ്പെടാം. എന്നാ ഞാൻ കഥ തുടങ്ങട്ടെ, എല്ലാരും ശ്രദ്ധിച്ച് കേക്കില്ലേ? മദീനയുടെ കൊടിയ ശത്രു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിത്യ തലവേദന യഹൂദി നേതാവ് കഅബ് ഇബ്നു അശ്റഫ്. ബദറിന്റെ വിജയനാളം മദീനയിലാകെ മുഴങ്ങി. രണാങ്കളം ഖുറൈശി നേതാക്കളാൽ രക്തപങ്കിലമായി. ഇതറിഞ്ഞ മദീനയിലെ കൊടിയ ശത്രു യഹൂദി നേതാവ് കഅബ് ഇബ്നു അശ്റഫിന് സഹിക്കാനായില്ല. നബിയോടുള്ള രോഷം 10 മടങ്ങായി വർദ്ധിച്ചു. വാക്കാലും കവിതയാലും നബിയെ വല്ലാതെ ആക്ഷേപിക്കുന്നതിനിടയിൽ ഒരിക്കൽ പ്രവാചകനെ കൊല്ലാനുള്ള ശ്രമം പോലും നടത്തി. ഇത്രയുമായപ്പോൾ മനം മടുത്ത് ഒരിക്കൽ പ്രവാചകൻ തൻ്റെ അനുചരന്മാരോടായി ചോദിച്ചു, കഅബിന്റെ ചെയ്തികൾ അതിര് കടന്നിരിക്കുന്നു. നിങ്ങളിൽ ആരാണ് ആ നീചനെ കൊല്ലാൻ തയ്യാറുള്ളത്? സ്വഹാബത്തിനിടയിൽ അല്പനേരം നിശബ്ദത തളം കെട്ടി നിന്നു. പെട്ടെന്ന് അവർക്കിടയിൽ നിന്നും ഒരു ശബ്ദം ഉയർന്നു വന്നു. ആരുടെ ശബ്ദമാണത്? മറ്റാരുടേതുമല്ല, മഹാനായ മുഹമ്മദ് ബിൻ മസ്ലമയുടേതായിരുന്നു അത്. അദ്ദേഹം പറയുന്നത് എന്താ? അള്ളാഹുവിന്റെ പ്രവാചകരെ, ആ നീചനെ കൊല്ലാൻ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ട് തന്റെ ഇരിപ്പിടത്തിൽ നിന്നും ചാടി എഴുന്നേറ്റ് മുഹമ്മദ് ബിൻ മസ്ലമ. എന്നാ ചില ചതിപ്രയോഗം നടത്താൻ എനിക്ക് അനുവാദം നൽകണമെന്ന് കൂടി അദ്ദേഹം തങ്ങളോടായി അപേക്ഷിച്ചു. നബി തിരുമേനി സമ്മതം മൂളി. ഉടൻ തന്നെ മുഹമ്മദ് ബിൻ മസ്ലമ കഅബിനെ കാണാനായി അവിടെ നിന്നും പുറപ്പെട്ടു പോയി. തെല്ലും സംശയം തോന്നിക്കാത്ത വിധം തന്ത്രമെന്നോണം മുഹമ്മദ് ബിൻ മസ്ലമയും കഅബിനോടൊപ്പം തൻ്റെ കൂട്ടുകാരനായി ചമഞ്ഞു. ഒരിക്കൽ കഅബിനോടായി മുഹമ്മദ് ബിൻ മസ്ലമ പറഞ്ഞു, ആ മനുഷ്യനുണ്ടല്ലോ, അയാൾ ഞങ്ങളിൽ വലിയ നാശമാണ് വരുത്തുന്നത്. ഞങ്ങളിൽ നിന്നും ഒട്ടേറെ സമ്പത്തുകൾ വാങ്ങിച്ചെടുത്ത് ഞങ്ങളെ പ്രയാസപ്പെടുത്തുന്നു. ഇത് കേട്ട കഅബ് ആവേശത്തോടെ പറഞ്ഞു, അയാൾ കാരണം ഇനിയും നിങ്ങൾ പ്രയാസപ്പെടും. അയാൾ വലിയ നാശകാരിയാണ്. ഇങ്ങനെ തുടങ്ങി ഒരുപാട് ആക്ഷേപങ്ങൾ അവർ ഉന്നയിച്ചു കൊണ്ടേയിരുന്നു. ക്രമേണ അവർ വലിയ ചങ്ങാതിമാരായി, പരസ്പരം ഉറ്റ സുഹൃത്തുക്കളായപ്പോൾ ഒരിക്കൽ കഅബിനോടായി മുഹമ്മദ് ബിൻ മസ്ലമ കുറച്ച് സമ്പത്ത് കടം ചോദിച്ചു. പണയമായി തൻ്റെ കൈവശമുള്ള ആയുധം വെക്കാമെന്നതിൽ അവർ ഏകോപിക്കുകയും ചെയ്തു. മുസ്ലിങ്ങൾ ആരും തന്നെ കാണാതിരിക്കാൻ രാത്രിയിൽ ആയുധം കൈമാറാം എന്ന തീരുമാനത്തിൽ അവർ പിരിഞ്ഞുപോയി. പിറ്റേ ദിവസം അർദ്ധരാത്രി കൂരിരുട്ട്. കഅബിന്റെ വാതിലിൽ ആരോ വന്നു മുട്ടി. അതാ മുഹമ്മദ് ബിൻ മസ്ലമ വീടിന് മുന്നിൽ നിൽക്കുന്നു. കൂടെ മറ്റു 2 പേര് കൂടിയുണ്ട്. കസ്തൂരി പൂശിയ വസ്ത്രം ധരിച്ച് കഅബ് തൻ്റെ ദർബാറിൽ നിന്നും ഇറങ്ങി വന്നു. ശിരസിൽ നിന്നും കസ്തൂരിയുടെ സുഗന്ധം ആഞ്ഞടിക്കുന്നുണ്ടായിരുന്നു. മുഹമ്മദ് ബിൻ മസ്ലമ പറഞ്ഞു, ആ എന്ത് സുഗന്ധം! അങ്ങയുടെ ശിരസ് ഞാനൊന്ന് വാസനിച്ചോട്ടെ. കഅബ് സമ്മതിച്ചത് മുഹമ്മദ് ബിൻ മസ്ലമ അദ്ദേഹത്തിൻ്റെ ശിരസ് പിടിച്ച് ചുംബിച്ചതിന് ശേഷം വാസനിച്ചു. പിരടി വാളിന് പാകമായി ചാഞ്ഞു നിൽക്കുമ്പോൾ തൻ്റെ കൂട്ടുകാരോട് ആദ്യമേ പറഞ്ഞു വച്ച അടിസ്ഥാനത്തിൽ അദ്ദേഹം ആംഗ്യം കാണിച്ചു. കൂടെയുണ്ടായിരുന്ന കൂട്ടുകാരിൽ നിന്നും ഒരാൾ ഉറയിൽ നിന്നും വാൾ വലിച്ചൂരിക്കൊണ്ട് ആഞ്ഞു വീശി. ഇക്കണ്ട കാലം ഇസ്ലാമിൻ്റെ ശത്രുവായ ആ നീചന്റെ വധം മദീനയിലാകെ കാട്ടുതീ പോലെ പടർന്നു. കൂട്ടുകാരെ, ഇതാണ് മദീനയുടെ ശത്രുവായ ആ നീചന് കിട്ടിയ സമ്മാനം. ഇതുപോലെ നബിയെ വല്ലാതെ പ്രയാസപ്പെടുത്തിയ അനേകം ആൾക്കാരെ നബിയും സഹാബാക്കളും വകവരുത്തിയിട്ടുണ്ട്. എന്നാ ഞാൻ എൻ്റെ കൊച്ചു കഥ അവസാനിപ്പിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.